എല്ലാവർക്കും നമസ്കാരം. വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്കും അതുപോലെ പിശുക്കിൽ നിന്ന് ദാനത്തിലേക്കും ഒരു മനുഷ്യൻ നടത്തിയൊരു ഗംഭീര യാത്രയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ക്രിസ്മസിന്റെ ആ യഥാർത്ഥ സ്പിരിറ്റ് എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചാൾസ് ഡിക്കൻസിന്റെ ക്രിസ്മസ് കരോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 1843 ചാൾസ് ഡിക്കൻസ് ഈ നോവൽ എഴുതുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു സാധാരണ ക്രിസ്മസ് കഥ മാത്രമല്ല കേട്ടോ, അതിലുമൊക്കെ ഒരുപാടുണ്ട്. അന്നത്തെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിമർശനം ഇതിലുണ്ട്. അതിലുപരി ഒരാൾക്ക് എത്ര വേണമെങ്കിലും മാറാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണിത്. പ്രമുഖ എഴുത്തുകാരനായ താക്കര പറഞ്ഞത് എത്ര ശരിയാണല്ലേ. ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു വ്യക്തിപരമായ ദയയാണീ കഥ. ശരി, അപ്പോൾ നമുക്ക് കഥയുടെ ഹൃദയത്തിലേക്ക് കടക്കാം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മനുഷ്യപ്പറ്റില്ലാത്ത അത്യാഗ്രഹം മാത്രം കൈമുതലായുള്ള ഒരാൾ. പേര് എബനീസർ സ്ക്രൂജ്. ഡിക്കൻസനെ സ്ക്രൂജിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് കേൾക്കണോ? തീക്കല്ല് പോലെ കഠിനനും മൂർച്ചയേറിയവനും. ആ ഒറ്റ വാചകം മതി അല്ലേ? അയാളുടെ ആ ഒറ്റപ്പെട്ട ഒരുതരം വികാരങ്ങളുമില്ലാത്ത സ്വഭാവം മനസ്സിലാക്കാൻ അത് ധാരാളം. ചുറ്റുമുള്ള ലോകവുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല, സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാൾ. ഹംബർഗ്. ആഹാ, ക്രിസ്മസിനെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും സ്ക്രൂജിന്റെ മറുപടി ഇതായിരിക്കും. അയാളുടെ ആ പുച്ഛം മുഴുവൻ ഈ ഒരൊറ്റ വാക്കിലുണ്ട്. സന്തോഷം, ദയ, സ്നേഹം, ഇതൊന്നും അയാൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവിടെയാണ് നമുക്ക് രണ്ട് ധ്രുവങ്ങളിലുള്ള ചിന്താഗതി കാണാൻ പറ്റുന്നത്. ഒരു വശത്ത് സ്ക്രൂജ്, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പണമില്ലാതെ ബില്ലടയ്ക്കാനുള്ള ഒരു സമയം. മറുവശത്ത് അദ്ദേഹത്തിന്റെ അനന്തരവൻ, അയാൾക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സ്നേഹവും ദയയും പങ്കുവെക്കാനുള്ള ഒരു അടിപൊളി സമയമാണ്. ഈയൊരു വ്യത്യാസം ഇതാണ് ശരിക്കും ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കഥയെങ്ങനെ പോകുമ്പോഴാണ് ഒരു നിർണായക സംഭവം നടക്കുന്നത്. സ്ക്രൂജിന്റെ ജീവിതം തലകീഴായി മറിക്കാൻ പോകുന്ന ഒരു ഭയപ്പെടുത്തുന്ന സന്ദർശനം. എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന ആ രാത്രി. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ എല്ലാം ഭാരം, അതിന്റെ അനന്തരഫലങ്ങൾ ഒരു ദിവസം നമ്മളെ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടാൻ വന്നാലോ? അതുപോലൊരു അനുഭവമാണ് സ്ക്രൂജിനുണ്ടാകാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പണ്ടത്തെ ബിസിനസ് പങ്കാളിയായ ജേക്കബ് മാർലിയുടെ പ്രേതം വരാൻ പോകുകയാണ്. മാർലിയുടെ പ്രേതം പറയുന്ന ആ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. ഞാൻ ജീവിതത്തിൽ സ്വയം നിർമ്മിച്ച ചങ്ങലയാണിത്. ഒന്നാലോചിച്ചു നോക്കൂ. തന്റെ അത്യാഗ്രഹത്തിന്റെ ഭാരം മരണശേഷവും ഒരു ചങ്ങല പോലെ തന്നെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അത് സ്ക്രൂജിന് കിട്ടുന്ന ഏറ്റവും വലിയ, ഏറ്റവും ഭയാനകമായ ഒരു മുന്നറിയിപ്പാണ്. ഈ ചങ്ങല എന്ന് പറയുന്നത് വെറുമൊരു സാധാരണ ചങ്ങലയല്ല. അത് അയാളുടെ ജീവിതത്തിലെ ഓരോ തെറ്റായ തീരുമാനങ്ങളുടെയും ഭാരമാണ്. അതിലെ ഓരോ പണപ്പെട്ടിയും താക്കോലും കണക്ക് പുസ്തകവുമെല്ലാം മനുഷ്യത്വത്തേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെയാണ് മാർലിയുടെ ഏറ്റവും വലിയ ദുഃഖം പുറത്തുവരുന്നത്. അയാൾ വിലപിക്കുകയാണ്, മനുഷ്യരാശിയായിരുന്നു എന്റെ യഥാർത്ഥ കച്ചവടം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ താൻ എന്തെയാണ് വില കൊടുക്കേണ്ടിയിരുന്നത് എന്നയാൾ തിരിച്ചറിയുകയാണ്. സ്ക്രൂജിന് ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, തന്റെ വഴികൾ തിരുത്താനുള്ള ഒരുപക്ഷെ അവസാനത്തെ അവസരം കൂടിയാണ്. അപ്പോൾ മാർലിയുടെ ആ ഭീകരമായ മുന്നറിയിപ്പിന് ശേഷം കഥ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി സ്ക്രൂജ് തന്റെ ജീവിതത്തെ തന്നെ നേരിടാൻ പോവുകയാണ്. അതും 3 ആത്മാക്കളുടെ സഹായത്തോടെ. സ്വയം ഉള്ളിലേക്ക് നോക്കുന്ന വളരെ കഠിനമായ ഒരു യാത്രയുടെ തുടക്കമാണിത്. അങ്ങനെ ആദ്യത്തെ ആത്മാവ് എത്തുകയാണ്. കഴിഞ്ഞുപോയ ക്രിസ്മസുകളുടെ പ്രേതം. കണ്ടാൽ ഒരു കുട്ടിയെപ്പോലെ തോന്നിക്കുന്ന എന്നാൽ വളരെ വിചിത്രമായ ഒരു രൂപം. ഈ ആത്മാവാണ് സ്ക്രൂജ് എന്തുകൊണ്ടിങ്ങനെയായി എന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ പ്രേതം സ്ക്രൂജിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്കാണ്. അയാളെ ഇന്നത്തെ ഈ മനുഷ്യനാക്കി മാറ്റിയ ആ നിമിഷങ്ങളിലേക്ക്. ബോർഡിംഗ് സ്കൂളിലെ ആ ഏകാന്തമായ കുട്ടിക്കാലം. പിന്നെ ഉദാരനായ മിസ്റ്റർ ഫെസിഫിക്കിന്റെ കൂടെയുണ്ടായിരുന്ന ആ സന്തോഷം നിറഞ്ഞ നല്ല കാലം. അവസാനം സ്നേഹത്തേക്കാൾ പണത്തിന് വില കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടുപോയ പ്രണയം. തന്റെ പഴയ ബോസ് മിസ്റ്റർ ഫെസിഫിക്കിന്റെ ക്രിസ്മസ് പാർട്ടി കണ്ടപ്പോൾ സ്ക്രൂജ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, അദ്ദേഹം നൽകുന്ന സന്തോഷം അതൊരു വലിയ ഭാഗ്യം കൊടുത്താൽ കിട്ടുന്നത്ര വലുതാണ്. നോക്കൂ, പണം കൊണ്ടല്ല സന്തോഷം അളക്കേണ്ടതെന്ന് അയാൾ തിരിച്ചറിയുന്ന ആദ്യത്തെ നിമിഷം. ആ കരിങ്കല്ല് പോലത്തെ ഹൃദയത്തിൽ ഒരു ചെറിയ വിള്ളൽ വീഴുന്നത് അവിടെയാണ്. ശരി, ഇനി രണ്ടാമത്തെ ആത്മാവിന്റെ വരവാണ്. ഈ ക്രിസ്മസ് കാലത്തിന്റെ പ്രീതം. കാണാനൊരു ഭീമാകാരൻ, എപ്പോഴും സന്തോഷവാനായ ഒരാൾ. സ്ക്രൂജിനെ തന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നഷ്ടമാവുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഈ ആത്മാവ് വന്നിരിക്കുന്നത്. ഈ ആത്മാവ് സ്ക്രൂജിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിന്റെ ഗുമസ്തനായ ബോബ് ക്രാച്ചിറ്റിന്റെ വീട്ടിലെ ദൃശ്യം. അവിടെയാണ് ആത്മാവ് ആ ഹൃദയം തകർക്കുന്ന പ്രവചനം നടത്തുന്നത്. ടൈനി ടിമ്മിനെക്കുറിച്ച്. ഈ നിഴലുകൾക്കൊരു മാറ്റവും വന്നില്ലെങ്കിൽ ആ കുട്ടി മരിക്കും. ഈ വാക്കുകൾ സ്ക്രൂജിനെ ശരിക്കും പിടിച്ചുലയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഇനിയാണ് കഥയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്.
സ്ക്രൂജ് പണ്ട് പറഞ്ഞ അക്രൂരമായ വാക്കുകൾ, അവൻ മരിക്കാനാണെങ്കിൽ അതാണ് നല്ലത്, അധികമുള്ള ജനസംഖ്യ കുറയുമല്ലോ എന്നത് ആത്മാവ് അദ്ദേഹത്തോടു തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. സ്വന്തം വാക്കുകൾ ഒരു അമ്പുപോലെ തിരിച്ചുവന്ന് തറച്ചപ്പോൾ ലജ്ജയും കുറ്റബോധവും കൊണ്ട് സ്ക്രൂജ് ആകെ തകർന്നുപോയി. അങ്ങനെ ആ ഭയാനകമായ യാത്രകൾക്ക് ശേഷം നമ്മൾ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തലമുറകൾ കൈമാറി വരുന്ന, പ്രത്യാശ നൽകുന്ന ആ വലിയ സന്ദേശത്തിലേക്ക്. ഒടുവിൽ ക്രിസ്മസ് രാവിലെ സ്ക്രൂജ് ഉറക്കമുണരുമ്പോൾ പറയുന്ന വാക്കുകളാണിത്. മഞ്ഞില്ല, മൂടൽമഞ്ഞില്ല, തെളിഞ്ഞ ശോഭയുള്ള, ഓ ഗംഭീരം ഗംഭീരം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു പുതിയ മനുഷ്യനാണ്. ലോകത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയ, പുനർജനിച്ച ഒരാളുടെ സന്തോഷം ആ വാക്കുകളിൽ നമുക്ക് കാണാം. സ്ക്രൂജിന് കിട്ടിയതൊരു പുതിയ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഥ സഹാനുഭൂതിയുടെയും രണ്ടാമതൊരവസരത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെ ശക്തിയുടെയും ഒക്കെ ഒരു വലിയ പാഠമാണ്. അതുകൊണ്ടാണ് അല്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ കഥ നമ്മളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. അപ്പോ ഈ കഥയിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആ വാക്കുകളോടെ നമുക്ക് നിർത്താം. ടൈനി ടിം പറയുന്ന ആ ചെറിയ പ്രാർത്ഥന: ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഇതിലും വലിയൊരു സന്ദേശം വേറെയുണ്ടോ?